നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം കമ്പനിക്കടവിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി, ലക്ഷങ്ങളുടെ നഷ്ടം. NSS ഈസ്റ്റ് കരയോഗം കുടുംബമേളയും ഓണാഘോഷവും നടത്തി. ഈ ജിനന്റെ പ്രണയത്തിന്റെ ഓസ്യത്ത് എന്ന കവിതാ പുസ്തകം പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കമ്പനിക്കടവിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി, ലക്ഷങ്ങളുടെ നഷ്ടം. കമ്പനിക്കടവ് ബീച്ചിൽ നങ്കൂരമിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം മുങ്ങി, ലക്ഷങ്ങളുടെ നഷ്ടം. കഴിഞ്ഞ ദിവസം മീൻപിടുത്തം കഴിഞ്ഞ് നിർത്തിയിട്ടിരുന്ന പാലപ്പെട്ടി ദേവി എന്ന വലിയ വള്ളമാണ് ഞായറാഴ്ച പുലർച്ചെ കടലിൽ താഴ്ന്നത്. മത്സ്യബന്ധനത്തിനിറങ്ങിയ മറ്റു വള്ളക്കാരാണ് വള്ളം മുങ്ങിക്കിടക്കുന്നത് കണ്ടത്. ഉടമയെ വിവരമറിയിച്ച ശേഷം നാട്ടുകാരും തൊഴിലാളികളുമടക്കം 50ഓളം പേർ ചേർന്ന് 1 മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് രാവിലെ 8:30യോടെ വള്ളം കരയ്ക്കു കയറ്റിയത്. വള്ളത്തിലുണ്ടായിരുന്ന വല, 2 എഞ്ചിനുകൾ, ബീഞ്ച്, എക്കോ സൗണ്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. വള്ളത്തിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. 12 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. കനത്ത കാറ്റാണ് വള്ളം മുങ്ങാൻ കാരണമെന്ന് പറയുന്നു. ഞങ്ങളൊക്കെ കാണുന്നത് 3 മണിക്കാണ്. 2 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ കാണുമ്പോൾ വള്ളം മുങ്ങിക്കെടുക്കാണ്. ബീഞ്ച് കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻജിൻ 2 എൻജിൻ വലാണ് ഈ എടുക്കണത്. വല കംപ്ലീറ്റ് നാശമായിപ്പോയി. അത് കഷ്ണമായിട്ടാണ് വല കിട്ടിയേക്കണത്. ഇപ്പം അത് കുറേ പോകും, കുറേ ഇപ്പം മേടിക്കേണ്ടി വരും. ചന്ദ്രാപിന്നി ഈസ്റ്റ് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ മുറ്റത്ത് നടത്തിയ കരനെൽ കൃഷി വിളവെടുത്തു. വികാരി ഷാജി തെക്കേക്കര ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു കൊയ്ത്ത് ഉദ്ഘാടനം നടത്തപ്പെടുക തീർച്ചയായിട്ടും നമ്മുടെ കൈക്കാരന്മാരായിട്ടുള്ള ബേബി ചേട്ടനെയും സണ്ണി ചേട്ടനെയും ഏറ്റവും ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയാണ്. കൊയ്ത്തും പാടവും ഒക്കെ അന്യമായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ഹരിത വിപ്ലവത്തിലേക്ക് കടന്നു വരുവാൻ ഇവരുടെ ഈ സന്മനസ്സിന്, ഇവരുടെ അധ്വാനത്തിനും ഫലമുണ്ടായതിന് ഏറ്റവും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇതൊരു മാതൃകയായിരിക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കൈക്കാരന്മാരായ ബേബി തോമസ് തട്ടിൽ, സണ്ണി പുളിക്കൻ, റപ്പായ് ആലപ്പാട്ട് എന്നിവരും നിരവധി വിശ്വാസികളും സന്നിഹിതരായിരുന്നു. പള്ളിക്ക് മുൻപിലെ 10 സെന്റ് സ്ഥലത്ത് ജ്യോതി വിത്ത് ഉപയോഗിച്ച് നടത്തിയ നെൽകൃഷി ഇതര മതസ്ഥാപനങ്ങൾക്ക് മാതൃകയായി. NSS ഈസ്റ്റ് കരയോഗം കുടുംബമേളയും ഓണാഘോഷവും നടത്തി. കൊടുങ്ങല്ലൂർ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള അവസരത്തിൽ അവരുടെ കുടുംബം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അവർക്ക് അനുവദിക്കാറില്ല. ആ കാര്യം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ട്, അതായത് അടിയന്തരം ഒഴിവാക്കാൻ നായർ സർവീസ് സൊസൈറ്റി വളരെ പണ്ട് തന്നെ എല്ലാ നായർ സമുദായ അംഗങ്ങളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ കരയോഗത്തിലൊക്കെ ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ അത് ചെവിക്കൊള്ളാറില്ല. കാരണം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ വീട്ടുകാർക്ക് എന്തോ ഒരു അപമാനം അല്ലെങ്കിൽ ഒരു കുറച്ച് താഴ്ന്നു പോകുന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ട് അവരത് കടം, അതായത് പലിശക്കെടുത്ത് പോലും നടത്തിയ പാവപ്പെട്ട വീട്ടുകാരെ വിളിച്ചത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ആരും തന്നെ ഒന്നും പറയാതെ ആ പൈസയും അതിൽ കൂടുതൽ സംഖ്യയും കൂടി ചേർത്തുകൊണ്ട് 2 നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് സ്ഥിരനിക്ഷേപം കൊണ്ട് അതിന്റെ റെസീറ്റ് കരയോഗത്തിൽ എത്തിയിരുന്നു. K. സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. K. അനന്തകൃഷ്ണൻ, AM പ്രേംസുന്ദർ, അനീഷ് എന്നിവർ സംസാരിച്ചു. കരയോഗത്തിലെ മുതിർന്ന അംഗമായിരുന്ന പഴൂര് അമ്മുക്കുട്ടിയമ്മയുടെ മകൻ ഭാസ്കരൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തുന്ന എൻഡോമെന്റിനായി 1.5 ലക്ഷം രൂപ രാജശേഖരൻ ഏറ്റുവാങ്ങി. കനോലി കനാലിൽ ചത്ത പശു, ആട് എന്നിവയുടെ അവശിഷ്ടങ്ങൾ തള്ളി. പെരിഞ്ഞനം കോവിലകം കിഴക്ക് പഞ്ചായത്ത് കടവിലാണ് അറവ് മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങളോടൊപ്പം മൃഗജടങ്ങൾ തള്ളിയത്. ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാർ മാലിന്യങ്ങൾ കണ്ടത്. കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന കടവാണ് ഇത്. കാക്കാതിരുത്തി, കുറ്റിലക്കടവ്, പൊന്മാനിക്കുടം, കോവിലകം ഭാഗത്തൊക്കെയും മാലിന്യ നിക്ഷേപം പതിവാണ്. ഹോട്ടൽ മാലിന്യങ്ങളും നഗരമാലിന്യങ്ങളും കനാലിൽ തന്നെയാണ് തള്ളുന്നത്. മാലിന്യ നിക്ഷേപം മൂലം പ്രദേശവാസികളുടെ ജീവിതം നരകതുല്യമായി. പൊന്മാനിക്കുടം പഞ്ചായത്തുകളിൽ നിരന്തരമായിട്ട് ഇവിടെ അറവുകാർ ബോട്ടുകളും അതുപോലെ തന്നെ ചത്ത ജീവികളെയും പണ്ടങ്ങളെയും നിരന്തരമായിട്ട് ഈ പുഴയിലിടുന്നതിൻ്റെ പേരിൽ ഈ ഭാഗത്തുള്ള സമീപവാസികൾക്ക് ഈ ജലം
കുളിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇതിനെ ശക്തമായി നേരിടാനും മറ്റു പ്രതിഷേധങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കയ്പമംഗലം വിവേകാനന്ദ ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ മാതൃവന്ദനവും ഓണാഘോഷവും നടത്തി. വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മി കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മമാരെ ആദരിച്ചുകൊണ്ട് അമ്മമാരാകുന്ന രൂപത്തിലാണ് നമ്മൾ സ്ത്രീ സമൂഹത്തെ കാണേണ്ടത് എന്ന വലിയ ഒരു സന്ദേശത്തെയാണ് ഈ കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വളരെ മഹത്തായ ഒരു മഹത് വചനമാണ് നമ്മുടെ ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ളത്, മാതൃദേവോ ഭവ എന്ന്. അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന മഹത്തായ ഏകാത്മഭാവം, വിശ്വാത്മഭാവം, സ്നേഹത്തിൻ്റെയും അദ്വൈതത്തിൻ്റെയും സന്ദേശം അതെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഭാരതീയ തത്വചിന്തയെപ്പറ്റി കുറച്ച് ഗഹനമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഭാരത തത്വചിന്തയുടെ മാഹാത്മ്യത്തെ പറ്റിയും ആ വിശ്വസന്ദേശത്തെ പറ്റിയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വിവേകാനന്ദ സ്വാമികളാണ് നമുക്കതിനെ പറ്റിയ മാർഗദർശി. സുഗതൻ കണ്ടങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, അനീഷ് മടപ്പാട്ട്, സനൂപ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.